ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. പരമപൂജ്യ ശ്രീ രമാദേവി അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. എന്താണ് സ്നേഹത്തിൻ്റെ രഹസ്യശക്തി? അമ്മയുടെ അഭിപ്രായത്തിൽ എല്ലാവരിലും ഈശ്വരനെ കാണുന്നതാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ എന്താണ് ഭക്തി? അത് മനസ്സിലാക്കാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ ഇത്ര ഇഷ്ടം? അവരോട് നിങ്ങൾക്ക് സ്നേഹമുള്ളതുകൊണ്ടല്ലേ? നിങ്ങളുടെ ആ കൂട്ടുകാരൻ ഈശ്വരനാണെങ്കിലോ? ആ സ്നേഹം ഈശ്വരനോടാവില്ലേ നിങ്ങൾക്കുണ്ടാവുക? ആ സ്നേഹത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി ഈശ്വരനുമായുള്ള ഫ്രണ്ട്ഷിപ്പാണ്. സാധാരണയായി നമ്മുടെ എല്ലാം സ്നേഹം ഒരു ടോർച്ച് ലൈറ്റ് പോലെയാണ്. ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചം പലയിടത്തേക്ക് ചിതറിപ്പോകുന്നു. കുട്ടികളെ കണ്ടിട്ടില്ലേ? അവർ കളിപ്പാട്ടങ്ങളെ സ്നേഹിക്കുന്നു, പിന്നെ പെട്ടെന്ന് തന്നെ അത് മടുക്കുന്നു. ഒരു കാർട്ടൂൺ കാണുന്നു, അത് മടുത്താൽ പെട്ടെന്ന് ചാനൽ മാറ്റുന്നു. എന്നാൽ ഭക്തി എന്നത് ആ ടോർച്ച് വെളിച്ചം ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നത് പോലെയാണ്. അത് ഈശ്വരനിലേക്ക് തിരിച്ചുവിടുന്ന ശക്തമായ പ്രകാശമാണ്. ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഭക്തി എന്നത് ദുർബലർക്കുള്ളതാണെന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അമ്മയെ സ്നേഹിക്കുന്നത് ദുർബലതയാണോ? അല്ല. അതുപോലെ എല്ലാറ്റിൻ്റെയും ഉറവിടമായ ഈശ്വരശക്തിയെ സ്നേഹിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധി. നമുക്കൊരു മാന്ത്രിക കണ്ണുണ്ട്, പക്ഷെ അത് വളരെ കുറച്ചു പേർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അവർ എല്ലായിടത്തും എല്ലാവരിലും ഈശ്വരനെ കാണുന്നു. അവരെയാണ് യഥാർത്ഥ ഭക്തർ എന്ന് വിളിക്കുന്നത്. അമ്മ പറയുന്നു, ഭക്തി വന്നാൽ കുടുംബത്തോടുള്ള സ്നേഹം കുറയുകയല്ല, പകരം കൂടുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു സ്വർണ്ണ മോതിരവും മാലയും വളയുമുണ്ട്. അവയെല്ലാം കാണാൻ വ്യത്യസ്തമല്ലേ? എന്നാൽ അവ ഉരുക്കിയാൽ എന്തായിരിക്കും കിട്ടുക? വെറും സ്വർണം. ഒരു ഭക്തൻ ഒരു സ്വർണ്ണപ്പണിക്കാരനെ പോലെയാണ്. മറ്റുള്ളവർ കൂട്ടുകാരനെന്നോ അപരിചിതനെന്നോ കാണുമ്പോൾ ഭക്തൻ എല്ലാവരിലുമുള്ള ആ സ്വർണത്തെ, അതായത് ഈശ്വരനെ കാണുന്നു. ഭക്തി ഉള്ളവർ ലോകം ഉപേക്ഷിച്ചു പോകുന്നവരല്ല. അവർ ലോകത്തെ കൂടുതൽ വ്യക്തമായി കാണുന്നവരാണ്. നിങ്ങളുടെ സഹോദരനിൽ ഈശ്വരനെ കാണുന്നത് കൊണ്ട് നിങ്ങൾ അവനെ കൂടുതൽ സ്നേഹിക്കുകയേ ചെയ്യുകയുള്ളൂ. ഒരു ഭക്തൻ പ്രകൃതിയെ സ്നേഹിക്കുന്നതിന് കാരണം അത് ഈശ്വരൻ്റെ കലാവൈഭവമായി കാണുന്നത് കൊണ്ടാണ്. ഭക്തിയുള്ളിടത്താണ് ശരിയായ ശക്തിയുള്ളത്. എവിടെ ഭക്തിയുണ്ടോ അവിടെ ശക്തിയുണ്ട്. എവിടെ ശക്തിയുണ്ടോ അവിടെ മുക്തിയുണ്ട് എന്നാണ് അമ്മ പഠിപ്പിക്കുന്നത്. ഒരു കഥ നോക്കാം. പണ്ടൊരു ചെറിയ കുരുവി പക്ഷിയുടെ മുട്ടകൾ കടൽ തിരമാലകൾ കൊണ്ടുപോയി. കുരുവി തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ തൻ്റെ ചെറിയ ചുണ്ടിൽ കടൽ വെള്ളം കോരി ദൂരെ ഒഴിക്കാൻ തുടങ്ങി. കടൽ വറ്റിക്കാനായിരുന്നു അവളുടെ ശ്രമം. ലോകം അവളെ നോക്കി ചിരിച്ചു. പക്ഷേ തൻ്റെ മുട്ടകളോടുള്ള സ്നേഹം അവളെ അത്രമേൽ ഉറച്ച തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു. ആ നിശ്ചയദാർഢ്യം ഒരു വലിയ ശക്തിയായി മാറി. അവളുടെ മുട്ടകളോടുള്ള സ്നേഹം കണ്ട് പക്ഷികളുടെ രാജാവായ ഗരുഡൻ സഹായിക്കാനെത്തി. പേടിച്ചുപോയ വരുണൻ മുട്ടകൾ തിരിച്ചു നൽകി. നിങ്ങൾ ഈശ്വരനെ സത്യസന്ധമായി സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്കൊരു സൂപ്പർ പവർ ലഭിക്കും. അത് നിങ്ങളെ ധീരരും ദയയുള്ളവരും ശാന്തരുമാക്കും. ആ ശക്തി നിങ്ങളെ പേടിയിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും മോചിപ്പിക്കും. അതാണ് യഥാർത്ഥ മുക്തി. ഭക്തിയിൽ ഞാൻ എന്ന ഭാവം മാറുന്നു. ഭക്തന് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഒരു സ്വർണ്ണക്കടയിൽ സ്വർണം മാലയും വളയും കമ്മലും എല്ലാമായി രൂപം മാറി കാഴ്ചപ്പെടുന്നത് പോലെ ഭക്തന് ഈ ലോകവും താനും ഈശ്വരൻ്റെ പല രൂപങ്ങളാണ്. ആ ഉന്നതമായ ഭക്തിയിൽ
അതായത് പരാഭക്തിയിൽ നമ്മുടെ അഹങ്കാരം ഇല്ലാതാകുന്നു. വെയിലടിക്കുമ്പോൾ ഒരു വലിയ ഐസ് കട്ടയ്ക്ക് എന്ത് സംഭവിക്കും? അത് ഉരുകി വെള്ളമാകും. മഞ്ഞ് മരിച്ചു പോകുന്നതല്ല, പകരം അത് കഠിനമായ അവസ്ഥയിൽ നിന്ന് ഒഴുക്കുള്ള ഉപകാരപ്രദമായ വെള്ളമായി മാറുന്നു. നമ്മുടെ അഹങ്കാരം ആ ഐസ് കട്ട പോലെയാണ്. എനിക്കിത് വേണം, ഇത് എൻ്റേതാണ് എന്നിങ്ങനെ അത് കഠിനമായിരിക്കും. എന്നാൽ ഭക്തിയുടെ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ ഉരുകുന്നു, നമ്മൾ ദയയുള്ളവരാകുന്നു. പിന്നെ ഈശ്വരൻ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ കൈകൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഈശ്വരൻ്റെ കൈകളായി മാറുന്നു. നമ്മുടെ വാക്കുകൾ ഈശ്വരൻ്റേതാകുന്നു. ഈശ്വരനോട് സംസാരിക്കുവാൻ നമുക്ക് സ്മാർട്ട് ഫോണൊന്നും വേണ്ട. നമ്മുടെ ഉള്ളിൽ ഒരു ഹൃദയ ഫോണുണ്ട്. എങ്ങനെയാണ് ആ ഫോണിലൂടെ വിളിക്കുന്നത്? ഈശ്വരൻ്റെ നാമം ചൊല്ലുന്നത് നമ്പർ ഡയൽ ചെയ്യുന്നത് പോലെയാണ്. ഈശ്വരൻ പറയുന്നത് കേൾക്കണമെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണം. അതാണ് ധ്യാനം. നമ്മുടെ മനസ്സ് ഹിമാലയത്തിലെ ഗംഗാനദി പോലെ തെളിഞ്ഞതായിരിക്കണം, ശുദ്ധമായിരിക്കണം. ചീത്ത ചിന്തകൾ അഴുക്കുപോലെയാണ്, അത് കണക്ഷൻ കട്ട് ചെയ്യും. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത്. നല്ല ബുദ്ധിക്കും വിവേകത്തിനും എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കഴിവിനും വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് അമ്മയുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ ഭക്തൻ്റെ ഗുണം. ലോകം ഒരു വലിയ കടൽ പോലെയാണ്. ചിലപ്പോൾ തിരമാലകൾ ശാന്തമായിരിക്കും, ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതായിരിക്കും. ഭക്തി എന്നത് നിങ്ങളുടെ കപ്പലിനെ ഉറപ്പിച്ചു നിർത്തുന്ന നങ്കൂരമാണ്. നമ്മൾ നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെടുന്നവരെയോ കാണുമ്പോൾ മനസ്സിൽ പതുക്കെ പറയുക, ഈശ്വരൻ നിങ്ങളിലും ഉണ്ട്. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസികതയുടെ തുടക്കം. അതിനെയാണ് നമ്മൾ ഭക്തി എന്ന് വിളിക്കുന്നത്. അമ്മ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ എല്ലാവരിലും സ്നേഹമുണ്ട്. എന്നാൽ ആ സ്നേഹം ലോകത്തിലെ വസ്തുക്കളിലേക്കും ബന്ധങ്ങളിലേക്കും ചിതറിക്കിടക്കുകയാണ്. ഈ ചിതറിക്കിടക്കുന്ന സ്നേഹത്തെയെല്ലാം പിൻവലിച്ച് ഈശ്വരനിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. പലരും വിചാരിക്കുന്നത് ഭക്തി എന്നാൽ കുടുംബത്തെ ഉപേക്ഷിക്കലാണെന്നാണ്. എന്നാൽ അതല്ല സത്യം. സൂര്യപ്രകാശം വെള്ളത്തിൽ തട്ടുമ്പോൾ വെള്ളം തിളങ്ങുന്നത് പോലെ ഈശ്വരപ്രേമം ഉള്ള ഒരാൾക്ക് തൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും കൂടുതൽ നന്നായി സ്നേഹിക്കാൻ സാധിക്കും. കാരണം അയാൾ എല്ലാവരിലും ഈശ്വരനെ കാണുന്നു. ഭക്തപ്രഹ്ലാദൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഏതൊക്കെ രീതിയിലാണ് ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പ്രഹ്ലാദന് ഈ ലോകം മുഴുവൻ അല്ല, ഈ പ്രപഞ്ചം മുഴുവൻ വിഷ്ണുമയമായിരുന്നു. കാണുന്നവരെല്ലാം ഹരിയായിരുന്നു, കാണുന്നവയെല്ലാം ഹരിയായിരുന്നു. പ്രഹ്ലാദൻ്റെ ഉള്ളിലുള്ള ആ ഹരിയാണ് ഒരു സ്തംഭം പിളർന്ന് നരസിംഹമൂർത്തിയായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചത്. ഒരു ഭക്തൻ്റെ ശരിയായ ഉദാഹരണമാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദനെ പോലെ ഈശ്വരപ്രേമം അല്ലെങ്കിൽ ഭക്തി വളർത്തിയെടുത്താൽ നമ്മെ ദ്രോഹിക്കുന്നവരെയോ ബുദ്ധിമുട്ടിക്കുന്നവരെയോ നമ്മിൽ നിന്ന് അകറ്റാൻ പരാശക്തിയായ അമ്മ തന്നെ വഴി കാണിച്ചു തരും. ചിലർ പറയും ഭക്തി എന്നത് സ്ത്രീകൾക്കും സാധാരണക്കാർക്കും ഉള്ളതാണെന്നും ജ്ഞാനമാണ് ബുദ്ധിമാന്മാർക്ക് വേണ്ടതെന്നും. ഇത് തെറ്റായ ധാരണയാണ്. ഭക്തി എന്നത് ജ്ഞാനത്തിൻ്റെ താഴെയുള്ള ഒന്നല്ല. അഹങ്കാരം ഇല്ലാതാകുമ്പോഴാണ് യഥാർത്ഥ ഭക്തി ഉണ്ടാകുന്നത്. ഒരിക്കൽ നാരദ മഹർഷി വൈകുണ്ഠത്തിൽ പോയി വിഷ്ണു ഭഗവാനോട് ചോദിച്ചു, ആരാണ് അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ? നാരദൻ കരുതിയത് തൻ്റെ പേര് വരുമെന്നാണ്. ഭഗവാൻ ഭൂമിയിലെ ഒരു സാധാരണ കർഷകനെ കാണിച്ചു കൊടുത്തു. നാരദൻ നിരീക്ഷിച്ചപ്പോൾ ആ കർഷകൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരിക്കൽ നാരായണ എന്ന് വിളിച്ചു. പിന്നെ ജോലിക്ക് പോയി. വൈകുന്നേരം വന്നപ്പോൾ ഒരിക്കൽ കൂടി വിളിച്ചു, നാരായണ. നാരദൻ ചിരിച്ചു. ഇതാണോ വലിയ ഭക്തി?
ഭഗവാൻ നാരദൻ ഒരു പാത്രം നിറയെ എണ്ണ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് തൂവാതെ ലോകം ചുറ്റി വരിക. നാരദൻ അതീവ ശ്രദ്ധയോടെ എണ്ണ തൂവാതെ തിരികെ വന്നു. ഭഗവാൻ ചോദിച്ചു, യാത്രക്കിടയിൽ എത്ര തവണ എന്നെ സ്മരിച്ചു? നാരദൻ പറഞ്ഞു, എണ്ണ തൂവാതിരിക്കാനുള്ള ശ്രദ്ധയിലായിരുന്നു ഞാൻ. അങ്ങേ സ്മരിക്കാൻ സമയം കിട്ടിയില്ല. ഭഗവാൻ പറഞ്ഞു, നോക്കൂ നാരദ, ആ കർഷകൻ ജീവിത ഭാരമാകുന്ന വലിയ എണ്ണപാത്രം തലയിൽ വെച്ചുകൊണ്ടാണ് ദിവസവും 2 നേരം എന്നെ സ്മരിക്കുന്നത്. അതാണ് യഥാർത്ഥ ഭക്തി. നമ്മുടെ മനസ്സ് ശുദ്ധമാവണം. കാമം, ക്രോധം, ലോഭം തുടങ്ങിയ അഴുക്കുകൾ മാറിയാലേ ഭക്തിയുടെ ഉറവ അവിടെ ഉണ്ടാവൂ. ജപം, ധ്യാനം, സത്കർമ്മങ്ങൾ എന്നിവയിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. ഭക്തിയുള്ളവന് ദേഷ്യം വരില്ല. ലോകം മുഴുവൻ തൻ്റെ കൂട്ടുകാരനായ ഈശ്വരൻ്റെ രൂപമാണെന്ന് കാണുന്നവന് ആരോടാണ് ദേഷ്യപ്പെടാൻ കഴിയുക? ഭക്തിയും ജ്ഞാനവും വേറിട്ടതല്ല. ഒരേ മലയുടെ മുകളിലെത്തുമ്പോൾ എല്ലാം ഒന്നായി മാറുന്നു. നമ്മുടെ ജീവിതമാകുന്ന കപ്പലിന് ഈശ്വരനാകുന്ന നങ്കൂരം വേണം. ലോകസുഖങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ ഈശ്വരപ്രേമം ശാശ്വതമാണ്. നിസ്വാർത്ഥമായ സ്നേഹത്തിലൂടെ നമുക്ക് ആ പരമാനന്ദം അനുഭവിക്കാം. നന്ദി, നമസ്കാരം. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.